Good morning. Kekamo. Yes, sir. Last class we discussed cycles. We have discussed about Carnot cycle in the previous class. Thermodynamic cycle the first cycle, Carnot cycle discussed complete the processes two isothermal process and two adiabatic processes are the main process that is taking place in Carnot cycle, and the engine which is operating based upon this Carnot cycle is a Carnot engine. It's a theoretical engine. It's not practically possible to create an engine which is working on Carnot cycle because it's impossible to achieve those isothermal temperature process. Okay, isothermal temperature process the process should be taking place very slowly. And in order to take place the adiabatic process, the process should be taking place very fast. So in between the piston has to move very fast, and in between the piston has to move very slow. Piston will be moving slow in the case of an isothermal process, and the piston has to move very fast in the case of adiabatic process. So such kind of difference in the speed of the piston is not possible for a cyclic process. So this Carnot cycle is not practically possible. Okay, that's Carnot cycle possible. Piston isothermal process slowly move in order to maintain that isothermal temperature by heat transfer. And for the adiabatic process, the piston has to move very fast. പെട്ടെന്ന് മൂവ് ചെയ്യണം. അഡയാബാറ്റിക് പ്രോസസ്സ് പെട്ടെന്ന് മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് അഡയാബാറ്റിക് പ്രോസസ്സ് നടക്കുകയുള്ളൂ. അതായത് വിത്തൗട്ട് എനി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന പ്രോസസ്സാണ് അഡയാബാറ്റിക് പ്രോസസ്സ്. അപ്പം അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ കൂടാതെയുള്ളൊരു ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ പിസ്റ്റൺ ഹാസ് ടു മൂവ് വെരി ഫാസ്റ്റ്. സോ അപ്പോൾ അങ്ങനെ ഈ ഒരു ഡിഫറൻസ്, അതായത് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഒന്ന് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു സൈക്കിളിൽ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നത് പോസിബിൾ അല്ല, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് കാർനോട്ട് സൈക്കിൾ ഈസ് നോട്ട് എ പ്രാക്ടിക്കൽ സൈക്കിൾ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, വൈ വി സേ ദാറ്റ് കാർനോട്ട് സൈക്കിൾ ഈസ് നോട്ട് എ പ്രാക്ടിക്കൽ സൈക്കിൾ. ഓക്കെ, അപ്പോൾ അതിന്റെ കറക്റ്റ് ഉത്തരം പറയുക, ദ പിസ്റ്റൺ ഹാസ് ടു മൂവ് വെരി സ്ലോലി ഇൻ ദ കേസ് ഓഫ് ആൻ ഐസോതെർമൽ പ്രോസസ്, ആൻഡ് ഇൻ ദ കേസ് ഓഫ് ആൻ അഡയാബാറ്റിക് പ്രോസസ് ദ പിസ്റ്റൺ ഹാസ് ടു മൂവ് വെരി ഫാസ്റ്റ്. ആൻഡ് കാർനോട്ട് സൈക്കിൾ ഈസ് എ cycle which has two isothermal process and two adiabatic process. So such a system in which the piston has to move in between very fast and in between very slow is not practically possible. So Carnot cycle is not practically possible. അപ്പോൾ ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ചോദിക്കാനുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഓട്ടോ സൈക്കിൾ ആണ് നമ്മൾ നോക്കാനുള്ളത്. നമ്മൾ കാർനോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി ഒക്കെ എഴുതിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് അസൈൻമെന്റ് ആയിട്ട് നിങ്ങളത് കാർനോട്ട് സൈക്കിളും ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും കൂടി എഴുതി സബ്മിറ്റ് ചെയ്യണം. ഇന്ന് ഞാൻ വേറെ ലെക്ചർ നോട്ട് സബ്മിഷൻ എന്നുള്ള രീതിയിൽ വയ്ക്കുന്നില്ല, അസൈൻമെന്റ് നമ്പർ 1 എന്നുള്ള രീതിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ലെക്ചർ നോട്ട് എഴുതി സബ്മിറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഈ സൈക്കിൾസ് വരയ്ക്കുക. ആ ലെക്ചർ നോട്ട് എന്താണ് കാർനോട്ട് സൈക്കിൾ എന്നുള്ളത് ബ്രീഫായിട്ട് മെൻഷൻ ചെയ്തേക്കുക. ടു അഡയാബാറ്റിക് പ്രോസസ്, ടു ഐസോതെർമൽ പ്രോസസ് ഉള്ള സൈക്കിളാണ് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുക. ഇസ് 100% എഫിഷ്യൻ സൈക്കിൾ. ദെൻ ഈ പി വി ഡയഗ്രവും ടി എസ് ഡയഗ്രവും ഉണ്ടായിരിക്കണം. അത് കൂടാതെ ഈ എഫിഷ്യൻസി ഇക്വേഷൻ ഫോർ എഫിഷ്യൻസി ഉണ്ടായിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം കാർനോട്ട് സൈക്കിളിന്റെ കേസിൽ. ഇനി ഓട്ടോ സൈക്കിളിന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഡിസ്കസ് ചെയ്യുന്ന കൂടെ എഴുതി പോയാൽ മതി, അതായിരിക്കും എളുപ്പം. അപ്പോൾ ഓട്ടോ സൈക്കിൾ, അപ്പോൾ അത് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അസൈൻമെന്റ് നമ്പർ 1 നിങ്ങൾക്ക് സബ്മിഷൻ ഡേറ്റ് എന്താണ് മാർക്ക് എൻട്രി ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അസൈൻമെന്റ് 1 നിങ്ങൾ ഇത് തന്നെ എഴുതി സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് മോഡലുള്ള ടോപ്പിക്കായ കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ ആൻഡ് ഡീസൽ സൈക്കിൾ ഇസ് ദ ഫസ്റ്റ് അസൈൻമെന്റ് ഫോർ യു ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓട്ടോ സൈക്കിൾ എന്താണ്, എങ്ങനെയാണ് ഓട്ടോ സൈക്കിൾ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ we saw that in the case of Carnot cycle we had two isothermal process and two adiabatic process. Okay, അപ്പോൾ in the case of auto cycle is a practical cycle ആണ് ഓട്ടോ സൈക്കിൾ. കാരണം നമ്മൾ ഈ ഓട്ടോ സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പെട്രോൾ എഞ്ചിൻസ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പെട്രോൾ എഞ്ചിൻസ് അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത് ബേസ്ഡ് അപ്പോൺ ദിസ് ഓട്ടോ സൈക്കിൾ ആണ്. സോ ഹൗ ഡസ് ആൻ ഓട്ടോ സൈക്കിൾ വർക്ക്? അതായത് ഇൻസ്റ്റെഡ് ഓഫ് the isothermal process in Carnot cycle, here we are having isochoric process. ശ്രദ്ധിച്ചിരിക്കുക, കാർനോട്ട് സൈക്കിളിൽ നമുക്കുണ്ടായിരുന്നത് 2 ഐസോതെർമൽ പ്രോസസ്സും 2 അഡയാബാറ്റിക് പ്രോസസ്സും ആണ് കാർനോട്ട് സൈക്കിളിനകത്ത് ഉണ്ടായിരുന്നത്. അതിന് പകരം നമുക്ക് ഓട്ടോ സൈക്കിളിലുള്ളത് 2 ഐസോകോറിക് പ്രോസസ്സുകളാണ്. 2 ഐസോകോറിക് പ്രോസസ്സും 2 അഡയാബാറ്റിക് പ്രോസസ്സുമാണ്.
So we replace the isothermal process with isochoric process in the case of Otto cycle. Okay, അപ്പോൾ ഓട്ടോ സൈക്കിളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്താ ചെയ്തത്? We replace the isothermal process and replaced it with ഐസോകോറിക് പ്രോസസ്. നമ്മൾ കണ്ടതാണ് നമ്മൾ കാർനോട്ട് സൈക്കിളിനകത്ത് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോലി നടന്നാൽ മാത്രമേ നമുക്ക് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ആ പ്രോസസ്സ് എക്സ്പാൻഷനും കംപ്രഷനും ഒക്കെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുകയുള്ളൂ. കാരണം അത്രയും ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കാനുള്ള സമയം കൊണ്ടാണ് നമ്മൾ ആ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ആ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം കൺസ്യൂമിങ് ഐസോതെർമൽ പ്രോസസ്. ബാക്കി അഡയാബാറ്റിക് പ്രോസസ് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് ഐസോതെർമൽ പ്രോസസ്സ് കാർനോട്ട് സൈക്കിളിലുള്ള ഐസോതെർമൽ പ്രോസസ്സിനെ റീപ്ലേസ് ചെയ്ത് ഐസോകോറിക് പ്രോസസ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഓട്ടോ സൈക്കിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് വി ക്യാൻ മേക്ക് ഇറ്റ് പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ആരാണ് ഡിസൈൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോ സൈക്കിൾ ഫസ്റ്റ് ഡിസൈൻ ചെയ്തത് ഫ്രഞ്ച്മാൻ ബിയോഡിയോ റോച്ചാസ് എന്ന് പറയുന്നതാണ്. 1862 ആണ് ഓട്ടോ സൈക്കിൾ ഡിസൈൻ ചെയ്തത്. ആൻഡ് ഓട്ടോ സൈക്കിൾ അറിയപ്പെടുന്നത് നിക്കോളാസ് ഓട്ടോ എന്ന് പറയുന്ന ആളിന്റെ പേരിലാണ് ഓട്ടോ സൈക്കിൾ അറിയപ്പെടുന്നത്. ഹി ബിൽഡ് ദ ഫസ്റ്റ് സക്സസ്ഫുൾ 4-stroke എഞ്ചിൻ. ആദ്യത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള 4-stroke എഞ്ചിൻ നിർമ്മിച്ചത് നിക്കോളാസ് ഓട്ടോയാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓട്ടോ സൈക്കിൾ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പക്ഷേ വി നീഡ് ടു ഡ്രോ ദിസ് ഡയഗ്രാംസ്. ഓക്കെ, ഓട്ടോ സൈക്കിളിന്റെ PV ഡയഗ്രവും TS ഡയഗ്രവും ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്താണ് ഓട്ടോ സൈക്കിൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ് ഒക്കെ പഠിച്ചതാണ്. ഓക്കെ, നമ്മൾ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? പെട്രോൾ എഞ്ചിൻസ് അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ്, സ്പാർക്ക് വെച്ചിട്ട് റൺ ചെയ്യുന്ന എഞ്ചിൻസ് ആണ് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ്. അതിനകത്ത് വരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ഫ്യൂവലാണ് നമ്മൾ പെട്രോൾ എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് അതർ ദാൻ പെട്രോൾ വി ഹാവ് ദ LPG എഞ്ചിൻസ് ആൻഡ് CNG എഞ്ചിൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് പെട്രോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസിനകത്ത്. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കാം, ഇൻലെറ്റ് മാനിഫോൾഡ് ആണ് ഇവിടെ വരുന്നത്. കാണാൻ കഴിയുന്നുണ്ടോ? ഈ മൗസ് കർസർ കാണാൻ കഴിയുന്നുണ്ടോ എല്ലാവർക്കും? ഞാൻ ഈ മൂവ് ചെയ്യുന്ന മൗസ് കർസർ കാണാൻ കഴിയുന്നുണ്ടോ? ഹലോ, ഓക്കെ. ലേസർ വേണോ? ലേസർ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ലേസർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനാണ് നമുക്ക് എന്ത് ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. അതായത് ഇൻലെറ്റിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ഉള്ള പോർഷനാണ് ഇൻലെറ്റ് മാനിഫോൾഡ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്യൂവൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആണ് എന്നുണ്ടെങ്കിൽ ഫ്യൂവൽ നമ്മളിവിടെ മാനിഫോൾഡിൽ സ്പ്രേ ചെയ്യുന്നു. ഇവിടെ നിന്നും ഫ്രഷ് എയർ വരുന്നു. അപ്പോൾ നമുക്ക് ഈ ഏരിയയിൽ എയർ ഫ്യൂവൽ മിക്സർ വരുന്നു. ഇത് നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആണെങ്കിലാണ്. കാർബറേറ്റർ ആണെന്നുണ്ടെങ്കിൽ കാർബറേറ്ററിനകത്താണ് എയർ ഫ്യൂവലും കൂടി മിക്സ് ചെയ്യുന്നത്. ഓക്കെ, എയർ ഫ്യൂവലും കൂടി മിക്സ് ചെയ്തിട്ട് ആ എയർ ഫ്യൂവലിനാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസിനകത്ത് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രഷ് എയർ ഫ്യൂവൽ മിക്സർ അകത്ത് കയറുന്നു. അതിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നു. അതിനെ കംപ്രസ് ചെയ്തതിന് ശേഷം സ്പാർക്ക് കൊടുക്കുന്നു. സ്പാർക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് എക്സ്പ്ലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബേൺ ചെയ്യുന്നു. ബേൺ ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പഷൻ പ്രോസസ് നടക്കുന്നു. അത് വഴി നമുക്ക് എന്ത് ചെയ്യുന്നു? പിസ്റ്റനെ പുഷ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എക്സോസ്ട്രോക്ക് നടക്കുന്നു. അതായത് ബേൺഡ് ഗ്യാസസിനെ പുഷ് ചെയ്ത് പുറത്തേക്ക് കളയുന്നു. ആ സമയത്ത് എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആകുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത്, ഈ വാൾവ് ഓപ്പണിംഗ് ഒക്കെ ചെയ്യുന്നത് ക്യാം ആണ്. ദീസ് ആർ ദ ക്യാംസ്. അത് ക്യാം ഷാഫ്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന പവർ ജനറേഷൻ യൂണിറ്റ് എന്ന് പറയുന്ന ക്രാങ്ക് ആണ്. ദിസ് ഇസ് ക്രാങ്ക്. അത് ക്രാങ്ക് ഷാഫ്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റും ക്യാമും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസിന്റെ വർക്കിംഗ് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞതാണ്. നൗ വി ആർ നോട്ട് ഡീലിംഗ് വിത്ത് ദിസ് തിങ്, വി ആർ ഡീലിംഗ് വിത്ത് ദ സൈക്കിൾ. അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓട്ടോ സൈക്കിളിന്റെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന്റെ PV ഡയഗ്രാം വരുന്നത് ഇതാണ്. ഇങ്ങനെയാണ് അതിന്റെ PV ഡയഗ്രാം. 1 to 2 ഈസ് ഐസെൻട്രോപിക് കംപ്രഷൻ. ശ്രദ്ധിച്ച് ഫോളോ ചെയ്യാം. 1 to 2 പ്രോസസ് എന്ന് പറയുന്നത് in an Otto cycle, 1 to 2 process is an isentropic compression where the volume decreases. Compression എന്ന് പറയുമ്പോൾ എന്താണ്? വോളിയം ഡിക്രീസ് ചെയ്യത്തില്ലേ? Compression means volume decreases and pressure increases. Okay, isentropic compression ആണ്. Isentropic means എന്താണ്? There is no heat exchange. ഹീറ്റ് എക്സ്ചേഞ്ച് കൂടാതെ ഇരിക്കുമ്പോഴാണ് എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത്. ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല എന്ന് പറയുമ്പോൾ there is no energy addition or energy removal. So the entropy of the system remains same. So that is why we are saying it as an isentropic process. അതായത് അഡയാബാറ്റിക് ആണ്. നമുക്ക് എന്താ റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ് ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല? ഹീറ്റ് എക്സ്ചേഞ്ച് കൂടാതെ നടക്കുന്ന പ്രോസസ്സാണ് 1 to 2. ഹീറ്റ് എക്സ്ചേഞ്ച് കൂടാതെ ഒരു അഡയാബാറ്റിക് കവർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ കംപ്രസിംഗ് ദ എയർ ഫ്യൂൽ മിക്സ്ചർ. മോട്ടോർ സൈക്കിളിന്റെ കേസിൽ എയർ ഫ്യൂൽ മിക്സ്ചറിനെ കംപ്രസ് ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
where the pressure increases from P1 to P2. Pressure is increasing from P1 to P2 during the isentropic process, isentropic compression process 1 to 2, and volume decreases from this particular point. BDC in the bottom dead center completely ഏതാണ് ബോട്ടം ഡെഡ് സെന്റർ? നമ്മുടെ പിസ്റ്റൺ സിലിണ്ടറിനകത്ത് ഏതാണ് ബോട്ടം ഡെഡ് സെന്റർ? പിസ്റ്റൺ ഏറ്റവും താഴത്തെ പോയിന്റ് അച്ചീവ് ചെയ്യുന്നതാണ് ബോട്ടം ഡെഡ് സെന്റർ. പിസ്റ്റൺ ഏറ്റവും മുകളിലത്തെ പോയിന്റ് അച്ചീവ് ചെയ്യുന്നതാണ് ടോപ്പ് ഡെഡ് സെന്റർ. സോ കംപ്രഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ 1 to 2 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നും പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്ത് TDCയിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് കംപ്രഷൻ പ്രോസസ്. അത് വിത്തൗട്ട് എനി ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അതാണ് 1 to 2 പ്രോസസ്, കംപ്രഷൻ പ്രോസസ്. സോ ഡ്യൂറിംഗ് ദിസ് പ്രോസസ് പ്രഷർ ഇൻക്രീസസ്, വോളിയം ഡിക്രീസസ്, വോളിയം changes from V1 to V2. V2 is lesser volume, and pressure changes from P1 to P2. P2 is a higher volume, higher pressure. Okay. Next, after the isentropic compression, the next process is 2 to 3, which is isochoric heat addition. So this is isochoric heat addition. The expansion or compression or no, it is an isochoric process. Isochoric in the constant volume. So this is isochoric. The term isochoric means constant volume. Isochoric എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ constant volume ആണ്. ഇവിടെ വോളിയത്തിന് വല്ല ചേഞ്ചും വരുന്നുണ്ടോ? 2 to 3 പ്രോസസ്സിൽ what is the volume? V2 എന്ന് പറയുന്ന വോളിയം തന്നെയാണ് V3. V2 and V3 are same. വോളിയത്തിന് ചേഞ്ച് ഇല്ല. That is why we are saying it as an isochoric process. അപ്പോൾ വോളിയത്തിന് ചേഞ്ച് ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ കംപ്രഷൻ ഒന്നും എക്സ്പാൻഷൻ ഒന്നും നമുക്ക് പറയാൻ പറ്റുമോ? വോളിയത്തിന് ചേഞ്ച് ഉള്ളപ്പോഴല്ലേ നമുക്കൊരു കംപ്രഷൻ പ്രോസസ്, എക്സ്പാൻഷൻ പ്രോസസ് എന്നുള്ള രീതിയിൽ പറയത്തുള്ളൂ. അതായത് 1 to 2 എന്ന് പറയുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്തു, അതുകൊണ്ട് നമ്മൾ കംപ്രഷൻ പ്രോസസ് എന്ന് പറഞ്ഞത്. 2 to 3 is there is no change in the volume, so it is an isochoric process. And what happens in this process? At constant volume, heat is getting added to the system. സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ആഡ് ചെയ്യുന്നു. 2 to 3 process is an isochoric process and heat is getting added into the system. ഈ കോൺസ്റ്റന്റ് വോളിയത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ആഡ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഇവിടുത്തെ ഈ പിസ്റ്റൺ സിലിണ്ടർ അതിനകത്ത് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസിനകത്ത് നമ്മൾ കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ആ സ്പാർക്ക് കൊടുത്ത് ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് പ്രോസസ് ഈസ് റെപ്രസെന്റഡ് ഇൻ ദിസ് ഓട്ടോ സൈക്കിൾ. സോ 2 to 3 പ്രോസസ് ഈസ് ഹീറ്റ് അഡീഷൻ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പോൾ കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം 3 to 4 ഈസ് അഗെയിൻ ആൻ എക്സ്പാൻഷൻ പ്രോസസ്. 3 to 4 ഈസ് ആൻ എക്സ്പാൻഷൻ പ്രോസസ്. ബിക്കോസ് ഓഫ് എന്തുകൊണ്ടാണ് നമ്മൾ എക്സ്പാൻഷൻ പ്രോസസ് എന്ന് പറയുന്നത്? V3 എന്ന് പറയുന്ന വോളിയം ഇതാണ്, അതായത് TDC നിൽക്കുന്ന പൊസിഷൻ ആണ് V3. V4 എന്ന് പറയുന്നത് സിസ്റ്റം ഈസ് കമ്മിങ് ടു BDC. പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്ത് BDCയിലേക്ക്. സോ ദ വോളിയം ഈസ് ഗെറ്റിംഗ് ഇൻക്രീസ്ഡ്. സോ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ് ടു പ്രഷർ? പ്രഷർ ഈസ് ഡിക്രീസിങ്. പ്രഷർ എന്ത് പറ്റുന്നു? P3യിൽ നിന്നും P4ലേക്ക് വരുന്നു. പ്രഷർ ഈസ് ഡിക്രീസിങ്. ഓക്കെ, ലോവർ പ്രഷറിലേക്ക് വന്നു. എക്സ്പാൻഷൻ കാരണം പ്രഷർ ഡിക്രീസ് ചെയ്തു, വോളിയം ഇൻക്രീസ് ചെയ്തു, ആൻഡ് ദ പ്രോസസ് ഈസ് ടേക്കിംഗ് പ്ലേസ് വിത്തൗട്ട് എനി ഹീറ്റ് എക്സ്ചേഞ്ച്. അതായത് 3 to 4 ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. കോൺസ്റ്റന്റ് ഹീറ്റിലാണ്, അതായത് കോൺസ്റ്റന്റ് എൻട്രോപ്പി. ദർ ഈസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച്. ദാറ്റ് മീൻസ് ദ എൻട്രോപ്പി ഈസ് റിമൈനിങ് കോൺസ്റ്റന്റ്. എൻട്രോപ്പീസ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത്. 3 to 4 ഈസ് ആൻ ഐസെൻട്രോപിക് പ്രോസസ്. ദർ ഈസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച്. നമ്മൾ അഡയാബാറ്റിക് കവർ വെച്ചിട്ടാണ് നമ്മളിവിടെ എക്സ്പാൻഷൻ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് 3 to 4 ഈസ് എ ഐസെൻട്രോപിക് പ്രോസസ്. ഓക്കെ, എക്സ്പാൻഷൻ പ്രോസസ് ആണ്. വോളിയം ഇൻക്രീസസ്, പ്രഷർ ഡിക്രീസസ്. And 4 to 1 again is an isochoric heat rejection process. കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്. 4ഉം 1ഉം നമുക്ക് വോളിയം എന്താണ്? BDC തന്നെയാണ് പിസ്റ്റൺ നിൽക്കുന്നത്. ആ കോൺസ്റ്റന്റ് വോളിയത്തിൽ നിൽക്കുമ്പോഴാണ് ഹീറ്റ് റിജക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കോൺസ്റ്റന്റ് വോളിയത്തിൽ നിൽക്കുമ്പോഴാണ് ഹീറ്റ് റിജക്ട് ചെയ്യുന്നത്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ വോളിയം ഡ്യൂറിങ് ഹീറ്റ് റിജക്ഷൻ. അപ്പോൾ അതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് റിജക്ട് ചെയ്തിട്ട് ഐസോകോറിക് ഹീറ്റ് റിജക്ഷൻ എന്നാണ് 4 to 1 പ്രോസസ്സിന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു ഓട്ടോ സൈക്കിൾ. അപ്പൊ ഇതിന്റെ ബേസിസ്, ഈ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ് വർക്ക് ചെയ്യുന്നത്. സോ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ് ഹാസ് isochoric heat addition and isochoric heat rejection and adiabatic compression and adiabatic expansion, അല്ലെങ്കിൽ ഐസെൻട്രോപിക് കംപ്രഷൻ ആൻഡ് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. ഇതാണ് നമ്മുടെ പ്രോസസ്. ഓട്ടോ സൈക്കിളിന്റെ PV ഡയഗ്രാം ഇതാണ്. സിമിലർലി കമ്മിങ് ടു TS ഡയഗ്രാം 1 to 2 ഐസെൻട്രോപിക്. നമ്മൾ പറഞ്ഞു ഐസെൻട്രോപിക് പ്രോസസ് ആണ്. അവിടെ നമുക്ക് എൻട്രോപ്പി ചേഞ്ച് ഇല്ലാണ്ടോ? എക്സ് ഡയറക്ഷനിൽ നമ്മൾ എൻട്രോപ്പി മാർക്ക് ചെയ്യുന്നു, വൈ ഡയറക്ഷനിൽ നമ്മൾ ടെമ്പറേച്ചർ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐസെൻട്രോപിക് കംപ്രഷൻ എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ ചേഞ്ച് ഇൻ എൻട്രോപ്പി. അതുകൊണ്ടാണ് നമുക്കിത് വെർട്ടിക്കലായിട്ട് വന്നത്. അതിനൊക്കെ അടുത്ത ഐസെൻട്രോപിക് പ്രോസസ് എക്സ്പാൻഷൻ പ്രോസസ് ആണ് ഈ 3 to 4 കാണിച്ചിരിക്കുന്നത്. അവിടെയും എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് വെർട്ടിക്കൽ ലൈൻ വന്നത്. നെക്സ്റ്റ് കോൺസ്റ്റന്റ് വോളിയത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നു.
sorry, constant വോളിയത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ആഡ് ചെയ്യുന്നത്. 2 to 3 is an isochloric heat addition process. കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ടെമ്പറേച്ചർ ഹീറ്റ് ആഡ് ചെയ്യുകയല്ലേ, അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ കൂടുന്നു. 4 to 1 എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് റിജക്ട് ചെയ്യുന്ന കാരണം ടെമ്പറേച്ചർ കുറയുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്ലോട്ട് ഈ രീതിയിൽ കിട്ടുന്നത്. 1 2 3 4 എന്ന് പറയുന്ന പ്ലോട്ട് ഈ രീതിയിൽ വരാനുള്ള കാരണം എന്താണ്, 1 to 2 is an isentropic process, 3 to 4 is another isentropic process, 1 to 2 is isentropic compression, 3 to 4 is isentropic expansion. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് 2 to 3 is heat addition process. ഏത് രീതിയിലുള്ള ഹീറ്റ് അഡിഷൻ പ്രോസസ്, കോൺസ്റ്റന്റ് വോളിയത്തിൽ നമ്മൾ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യുന്നു. when we add heat, what happens to temperature? Temperature normally increases. കോൺസ്റ്റന്റ് വോളിയത്തിൽ തന്നെ ആകുമ്പോൾ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. അത് കാരണമാണ് നമുക്ക് ഈ കർവ് ഇങ്ങനെ കിട്ടുന്നത്. കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ഇൻക്രീസ് ചെയ്യും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ബൈ T2 is greater than T3. T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറും T3 എന്ന് പറയുന്ന ടെമ്പറേച്ചർ T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറിനേക്കാൾ വലുതായത് ഇതുകൊണ്ടാണ്. നെക്സ്റ്റ് 4 to 1 is isochloric heat rejection. അതായത് കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് റിജക്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ വോളിയത്തിന് ചേഞ്ച് ഇല്ലല്ലോ, വോളിയം കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചറിന് എന്ത് സംഭവിക്കുന്നു, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. 4 to 1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് താഴേക്ക് കർവ് വന്നത്. സോ ദിസ് ഇസ് ദ TS diagram for Otto cycle. So you have to draw the PV diagram, pressure versus volume diagram for Otto cycle, and temperature versus entropy diagram for Otto cycle. ഇത് രണ്ടും നല്ല വ്യക്തമായിട്ട് വരച്ചിരിക്കുക. എന്താണ് ഒരു ഓട്ടോ സൈക്കിൾ എന്ന് നമ്മൾ മെൻഷൻ ചെയ്തു. ഇറ്റ് ഈസ് ദ cycle based upon which the petrol engine or spark ignition engines are operating എന്നുള്ളത് മെൻഷൻ ചെയ്തു. അതിനുശേഷം നമ്മൾ PV diagram വരച്ചു, TS diagram വരച്ചു. നെക്സ്റ്റ് നമ്മൾ ആ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് ഈസ് 1 to 2 is isentropic compression. നമ്മൾ ഈ പ്രോസസ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നതാണ്. 1 to 2 is isentropic compression, 2 to 3 is isochloric heat addition, 3 to 4 is isentropic expansion, 4 to 1 is isochloric heat rejection. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1 to 2 isentropic compression, 2 to 3 constant volume heat addition, 3 to 4 isentropic expansion, and 4 to 1 is constant volume heat rejection. അപ്പോൾ ഇത് നാല് പ്രോസസ്സുകളും നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഓരോ പ്രോസസ്സ് എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. PV ഡയഗ്രാം വരയ്ക്കുക, TS ഡയഗ്രാം വരയ്ക്കുക. ഓരോ നമുക്ക് പ്രോസസ്സ് നടക്കുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്, പ്രഷറിന് എന്ത് വ്യത്യാസം വരുന്നു, ടെമ്പറേച്ചറിന് എന്ത് വ്യത്യാസം വരുന്നു, വോളിയത്തിന് എന്ത് വ്യത്യാസം വരുന്നു, എൻട്രോപ്പിക്ക് എന്ത് വ്യത്യാസം വരുന്നു, ഈ നാല് കാര്യങ്ങൾ ഓരോ പ്രോസസ്സ് പറയുമ്പോഴും പറയാം. ഫോർ എക്സാമ്പിൾ 1 to 2 isentropic compression. What happens to pressure? Pressure will increase, അല്ലേ? Since it is a compression process, pressure will increase and volume will decrease. So 1 to 2 പ്രോസസ്സിൽ pressure increase ചെയ്യുന്നു, വോളിയം ഡിക്രീസ് ചെയ്യുന്നു. What happens to temperature? What happens to temperature? Compression process അല്ലേ, what happens to temperature? കാണിച്ചതല്ലേ 1 to 2 പ്രോസസ്സിൽ ടെമ്പറേച്ചർ എന്ത് സംഭവിച്ചു, ടെമ്പറേച്ചർ കൂടി. നമുക്ക് എല്ലാം കൂടുന്നുണ്ട്, പ്രഷർ കൂടുന്നുണ്ട്. 1 to 2 പ്രോസസ്സിൽ പ്രഷർ കൂടുന്നുണ്ട്, വോളിയം കുറയുന്നുണ്ട്. കാരണം കംപ്രഷൻ പ്രോസസ് ആയതുകൊണ്ട് വോളിയം കുറയുന്നുണ്ട്, പ്രഷർ കൂടുന്നുണ്ട്, ടെമ്പറേച്ചർ എന്ത് കിട്ടുന്നു, കൂടുന്നുണ്ട്. 1 to 2 പ്രോസസ്. ഓക്കെ, പക്ഷെ എൻട്രോപ്പി എന്താണ്? എൻട്രോപ്പി ഈസ് കോൺസ്റ്റന്റ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ 1 to 2 പ്രോസസ് മെൻഷൻ ചെയ്യാം. ദെൻ 2 to 3 പ്രോസസ്. 2 to 3 പ്രോസസ് ഈസ് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ, ദാറ്റ് ഈസ് ഐസോകോറിക് ഹീറ്റ് അഡിഷൻ. കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നു. സോ വാട്ട് ഹാപ്പൻസ് ടു പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, എൻട്രോപ്പി? ഈ നാല് കാര്യങ്ങളും പറയാം. പ്രഷർ എന്ത് സംഭവിക്കുന്നു? 2 to 3 is heat addition process. So the pressure increases കാരണം വോളിയം കോൺസ്റ്റന്റ് ആണ്. വോളിയം ഈസ് കോൺസ്റ്റന്റ്, പ്രഷർ increases, and what happens to temperature? ടെമ്പറേച്ചർ എന്ത് സംഭവിക്കുന്നു? ടെമ്പറേച്ചർ ഓൾസോ increases since it is a heat addition process. ഹീറ്റ് ആഡ് ചെയ്യുന്നത് കാരണം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കുന്നതാണ്, വോളിയം ആണ്. വാട്ട് ഹാപ്പൻസ് ടു എൻട്രോപ്പി? എൻട്രോപ്പിയും കൂടുന്നു. വൈ? ബിക്കോസ് വി ആർ ആഡിങ് എനർജി. എനർജി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രോപ്പി കൂടും. Then 3 to 4 process. 3 to 4 is an isentropic expansion process or power stroke. അല്ലേ? Isentropic expansion process ആണ് നമ്മൾ കണ്ടത്. 3 to 4 is an isentropic process. Isentropic expansion process ആണ് 3 to 4. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്? What happens to pressure, temperature and volume? Pressure is expansion process ആയതുകൊണ്ട് പ്രഷർ കുറയുന്നു, എക്സ്പാൻഷൻ പ്രോസസ് ആയതുകൊണ്ട് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, ആൻഡ് ഹീറ്റ് അഡിഷൻ ഇല്ലാത്തതുകൊണ്ട് എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. And what happens to temperature? Expansion process ആയതുകൊണ്ട് ടെമ്പറേച്ചർ കുറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ ലാസ്റ്റ് പ്രോസസ് 4 to 1 കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് റിജക്ട് ചെയ്യുന്ന പ്രോസസ് ആണ്. ഹീറ്റ് റിജക്ട് ചെയ്യുന്ന പ്രോസസ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? ഹീറ്റ് ഈസ് ഗെറ്റിംഗ് റിമൂവ് ഫ്രം ദ സിസ്റ്റം. സോ വാട്ട് ഹാപ്പൻസ് ടു പ്രഷർ? കോൺസ്റ്റന്റ് വോളിയത്തിലാണ് നടക്കുന്നത്, ഹീറ്റ് റിമൂവ് ചെയ്യുന്നു, പ്രഷർ ഡ്രോപ്പ് ചെയ്യുന്നു. അതായത് തന്നെ വാട്ട് ഹാപ്പൻസ് ടു വോളിയം? വോളിയം ഈസ് കോൺസ്റ്റന്റ്, ഐസോകോറിക് പ്രോസസ് ആണ് അല്ലേ?
കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ്, വോളിയം ഈസ് കോൺസ്റ്റന്റ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ നമ്മൾ ഹീറ്റ് റിമൂവ് ചെയ്യുന്ന കാരണം ടെമ്പറേച്ചർ കുറയുന്നു. ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു എൻട്രോപ്പി? ഹീറ്റ് റിജക്ട് ചെയ്യുന്ന കാരണം എന്ത് സംഭവിക്കുന്നു? എൻട്രോപ്പി, എനർജി റിമൂവ് ചെയ്യുന്ന കാരണം എൻട്രോപ്പിയും കുറയുന്നു. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പി വി ഡയഗ്രം, പി എസ് ഡയഗ്രം ഒക്കെ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഈ പ്രോസസ്സ് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആ 4 പ്രോസസ്സുകളിൽ പ്രഷറും വോളിയവും ടെമ്പറേച്ചറിനും ഒക്കെ എന്ത് സംഭവിക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് മെൻഷൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? വ്യക്തമാണോ പ്രോസസ്സുകൾ? പ്രോസസ്സ് വ്യക്തമാണോ? ഓട്ടോ സൈക്കിളിന്റെ 4 പ്രോസസ്സുകളും വ്യക്തമാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. എന്തെങ്കിലും ടെമ്പറേച്ചറിനോ പ്രഷറിനോ എന്തെങ്കിലും പി വി ഡയഗ്രത്തിലോ ടി എസ് ഡയഗ്രത്തിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. നമ്മൾ ഓട്ടോ സൈക്കിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ഡയഗ്രവും വരയ്ക്കണം. എന്താണ് ഓട്ടോ സൈക്കിൾ, എന്തൊക്കെയാണ് പ്രോസസ്സ് അവിടെ വരുന്നത്, 4 പ്രോസസ്സ് പറയുക. ഈ ഓരോ പ്രോസസ്സിനകത്തും പ്രഷറും വോളിയവും ടെമ്പറേച്ചറും എൻട്രോപ്പി എന്ത് സംഭവിക്കും എന്നുള്ളത് പറയുക. അത് നമുക്ക് ഒന്നുകിൽ പി വി ഡയഗ്രം നോക്കി പറയാം, അല്ലെങ്കിൽ നമ്മൾ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പി വി ഡയഗ്രം ടി എസ് ഡയഗ്രം നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. 4 പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഗോയിങ് ടു ദ ഡെറിവേഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. പ്രോസസ്സ് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിവൺ? No, sir. ഓക്കെ, സോ ഗോയിങ് ടു ദ ഡെറിവേഷൻ. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി വി ഡയഗ്രം നോക്കുമ്പോൾ നമ്മൾ വോളിയത്തിന് എന്താണ് സംഭവിക്കുന്നത്? വോളിയത്തിന് എപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? വോളിയം ഈസ് ചേഞ്ചിങ് ഫ്രം V1 to V2 during compression and during expansion V3 to V4 where V4 is equal to V1. V4 ഉം V1 സെയിം തന്നെ അല്ലേ? V4 is equal to V1 അല്ലെ? കാരണം വെർട്ടിക്കൽ ലൈനാണ്, അത് BDC തന്നെയാണ്. V4 ഉം V1 എന്ന് പറയുന്നത് പൊസിഷൻ BDC തന്നെയാണ്. അതൊരു ഇപ്പം നമ്മൾ V4 is equal to എന്താണ്? V1 എന്ന് പറയുന്ന പൊസിഷനാണ് BDC. Then 3 to 2 എന്ന് പറയുന്നത് എന്താണ്? It is top dead center, that is V2 is equal to എന്താണ്? V3 ആണ്. There is no change in volume in these cases. അതായത് വോളിയം എപ്പോഴും എങ്ങനെയാണ് മാറുന്നത്? V1 ൽ നിന്ന് V2 അല്ലെങ്കിൽ V2 ൽ നിന്ന് V1, both are same. ഓക്കെ, എക്സ്പാൻഷൻ നടക്കുമ്പോൾ V2 ൽ നിന്ന് V1 ലേക്ക് വരുന്നു, അതായത് TDC നിന്ന് BDC ലേക്ക് വരുന്നു. കംപ്രഷൻ നടക്കുമ്പോൾ BDC ൽ നിന്ന് TDC ലേക്ക് പോകുന്നു. അതാണ് നമുക്ക് വോളിയത്തിന് സംഭവിക്കുന്നത്. സോ വോളിയം റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ദാറ്റ് ഈസ് V1/V2. അതായത് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന, ഫുള്ളി എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത്, അതായത് പിസ്റ്റൺ BDCയിൽ നിൽക്കുന്ന സമയത്തുള്ള വോളിയമാണ് V1, പിസ്റ്റൺ TDCയിൽ നിൽക്കുന്ന സമയത്തുള്ള വോളിയമാണ് V2. സോ അതാണ് V1/V2 ആണ് നമ്മളുടെ എന്ത് കംപ്രഷൻ റേഷ്യോ എന്നുള്ള ടേം വരുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. വാട്ട് ഇസ് V1/V2? V1 എന്ന് പറയുമ്പോൾ BDCയിൽ നിൽക്കുന്ന കംപ്ലീറ്റ്ലി എക്സ്പാൻഡഡ് ആയിട്ട് നിൽക്കുന്ന വോളിയമാണ് V1, കംപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന വോളിയമാണ് V2. കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1/V2. ഈ ടേം ഒന്ന് നോട്ട് ചെയ്യുക. കംപ്രഷൻ റേഷ്യോ R is equal to V1/V2. ക്ലിയർ ആണല്ലോ? വേർ V1 is the volume of the cylinder when it is in the BDC. V2 എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ സിലിണ്ടർ when it is in TDC. Okay, compression ratio, expansion ratio. Expansion ratio is same as this one of V4/V1 ആണ്. നമുക്ക് V4/V3 അത് രണ്ടും സെയിം തന്നെയാണ്. V1/V2 എന്ന് വരും. റെസിപ്രോക്കൽ ഓഫ് കംപ്രഷൻ റേഷ്യോ ആൻഡ് എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമുക്ക് ഓൾറെഡി അറിയാം V1 is equal to എന്താണ്? V1 is equal to V4 ആണ്. V2 is equal to V3 ആണ്. PV ഡയഗ്രത്തിൽ നിന്ന് വ്യക്തമാണ്. V1 is equal to V4. അപ്പോൾ V1 ന് പകരം നമ്മൾ എന്ത് ചെയ്തു? V4 കൊടുത്തു. V2 ന് പകരം V3 കൊടുത്തു. അതേ ഉള്ളൂ. സെയിം തന്നെയാണ് എക്സ്പാൻഷൻ റേഷ്യോ. ഓക്കെ, അപ്പോൾ ഹീറ്റ് സപ്ലൈഡ് Qin is equal to mCV delta T. T3 minus T2 is the change in temperature. നമുക്ക് ഹീറ്റ് സപ്ലൈഡ്, നമ്മൾ ഏത് പ്രോസസ്സിലാണ് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്? ഏത് പ്രോസസ്സിലാണ് നമുക്ക് 2 to 3 പ്രോസസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് അല്ലേ? 2 to 3 പ്രോസസ്. അപ്പോൾ ഇവിടെ വരുന്ന ടെമ്പറേച്ചർ ചേഞ്ചസ് എന്താണ്? T3 ആയിരുന്നു ഹയർ ടെമ്പറേച്ചർ, ലോവർ ടെമ്പറേച്ചർ T2 ആണ്. സോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഹീറ്റ് ആഡ് ചെയ്തപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്താണ്? T3 minus T2. നമുക്കറിയാം ഹീറ്റിന്റെ ഇക്വേഷൻ എന്താണ്? MC delta T എന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? MC delta T എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമോ? Yes, sir. ഓക്കെ, ആ ഇക്വേഷൻ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. MC delta T. അതായത് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്തപ്പോൾ ടെമ്പറേച്ചർ എന്ത് സംഭവിച്ചു? T2 ൽ നിന്നും T3 ലേക്ക് മാറി. സോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് T3 minus T2. So heat added is equal to Q added is equal to, അല്ലെങ്കിൽ Q in is equal to mCV delta T, that is T3 minus T2. CV എന്ന് പറയുന്നത് specific heat at constant volume.
സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് വോളിയം ആണ് സി വി. സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് വോളിയം ആണ് സി വി. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. സ്പെസിഫിക് ആ സൈഡിൽ വേണമെങ്കിൽ നോട്ട് ചെയ്യാം. വേർ സി വി ഈസ് ദ സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് വോളിയം, എം ഈസ് ദ മാസ് ഓഫ് ദ ഗ്യാസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ദ ഗ്യാസ്, quantity of the gas. Then T3 is the higher temperature, T2 is the lower temperature. T3 is the temperature after adding heat, T2 is the temperature before adding heat. Heat add ചെയ്യുന്നതിന് മുമ്പ്. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വാല്യൂ. ഓക്കെ, ഹീറ്റ് ആഡഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ T3 മൈനസ് T2. സോ അതിന്റെ ഇക്വേഷൻ വരുന്നതെന്ന് പറയുന്നത് എം സി വി ഡെൽറ്റ ടി. എം സി വി ഡെൽറ്റ ടി ആണ് നമ്മൾ ഹീറ്റ് ആഡഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എം സി വി ഇൻറ്റു T3 മൈനസ് T2. Then heat rejected. Heat rejected is equal to, ഇതാണ് നോക്കുക, ഹീറ്റ് റിജക്റ്റഡ് നമുക്ക് എവിടെയാണ് വരുന്നത്? ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഹീറ്റ് റിജക്റ്റഡ്. ഇവിടെ നമുക്ക് ഹീറ്റ് ആഡഡ് വന്നു. ദിസ് ഈസ് ദ ഹീറ്റ് ആഡഡ് പോർഷൻ വേർ ദ ടെമ്പറേച്ചർ ചേഞ്ച് ഫ്രം T2 ടു ഹീറ്റ് ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ നിന്ന് T3 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലേക്ക് വന്നു. ഹീറ്റ് റിജക്ട് ചെയ്തപ്പോൾ T4 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ നിന്ന് T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലേക്ക് വന്നു. ഓക്കെ, ഹീറ്റ് റിജക്ട് ചെയ്തപ്പോൾ. സോ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റഡ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എം സി വി ഇൻറ്റു T4 മൈനസ് T1. എം സി വി ഇൻറ്റു T4 മൈനസ് T1 ആണ് heat rejected. MCV into T4 minus T1. It's a process taking place at constant volume. So specific heat at constant volume ആണ് നമ്മൾ കിട്ടുന്നത്. ഓക്കെ, രണ്ടും സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, MCV T3 മൈനസ് T2, MCV T4 മൈനസ് T1. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ ഹീറ്റ് ആണ് നമ്മളുടെ വർക്ക് ഡൺ. നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് നമുക്ക് എങ്ങനെയാണ് വർക്കായിട്ട് പോകുന്നു? അതായത് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കും, ഹീറ്റ് Q1, Q in എന്ന് പറയുന്ന ഹീറ്റ് കൊടുത്തു. പെൻ എടുത്തിട്ടില്ല, ഞാൻ മൗസ് കൊണ്ട് എഴുതുന്നതുകൊണ്ടാണ് ഇങ്ങനെ മോശമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ Q1 എന്ന് പറയുന്ന ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വർക്ക് ചെയ്യുന്നത് എത്രയാണ്? Q1 ഹീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത് അല്ലേ. ബാക്കി കുറച്ച് ഹീറ്റ് എവിടേക്ക് പോകുന്നു? പുറത്തേക്ക് പോകും. നമ്മൾ എഞ്ചിനിനകത്ത് നടക്കുന്ന ഇങ്ങനെയല്ലേ? എഞ്ചിനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്യൂവൽ ബേൺ ചെയ്തിട്ട് ഹീറ്റ് കൊടുക്കുന്നു അല്ലേ. എഞ്ചിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്യൂവൽ ബേൺ ചെയ്തിട്ട് ഹീറ്റ് കൊടുക്കുന്നു. ആ ഹീറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. എഞ്ചിനകത്ത് വേറെ നമ്മൾ മോട്ടർ അങ്ങനെ വെച്ച് കറക്കുന്നുണ്ടോ? എഞ്ചിനെ കറക്കുന്നുണ്ടോ? ഇല്ല. എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എഞ്ചിൻ യൂട്ടിലൈസസ് ദ ഹീറ്റ് ജനറേറ്റഡ് ഫ്രം ബൈ ബേണിംഗ് ദ ഫ്യൂവൽ. നമ്മൾ പെട്രോൾ ആണ് കൊടുക്കുന്നത്. ഈ പെട്രോളിനെ കത്തിച്ചിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ആ എനർജി എക്സ്പാൻഡ് ചെയ്യുന്നു. അത് ഹീറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ആ പിസ്റ്റണിനെ പിടിച്ച് പുഷ് ചെയ്യുന്നു. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്ക് കിട്ടുന്നത്. നമുക്ക് വർക്ക് കിട്ടുന്നത്, വണ്ടി മുന്നോട്ട് നീങ്ങുന്നത് അല്ലേ. അപ്പോൾ ഹീറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്തു? വർക്കിലോട്ട് കൺവേർട്ട് ചെയ്തു. അതിന്റെ ബാക്കി പോർഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്കി പോർഷൻ ഹീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് റിജക്ട് ചെയ്യുന്നു. നമുക്ക് സൈലൻസർ വഴിയും എഞ്ചിൻ സിലിണ്ടറിനകത്ത് ഹീറ്റ് നമുക്ക് പുറത്തേക്ക് ഫിൻസ് വഴി നമ്മൾ പറഞ്ഞു ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ലിബറേറ്റഡ് ഹീറ്റ് ആണ്. ഓക്കെ, കംപ്ലീറ്റ് ഹീറ്റ് നമുക്ക് വർക്കിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലാവുന്നതായിരിക്കുന്നു. ഇതാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഹീറ്റ് ഇൻപുട്ട് മൈനസ് ഹീറ്റ് ഔട്ട്പുട്ട് അല്ലേ. അകത്തേക്ക് വരുന്ന ഹീറ്റിന്റെ അകത്തേക്ക് നമുക്ക് ഇൻലെറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഹീറ്റ്, ദെൻ റിജക്ട് ചെയ്ത ഹീറ്റ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് എന്ത്? ബാക്കിയാണ് നമുക്ക് എന്ത്? വർക്ക് നെറ്റിന് എന്നുള്ള രീതിയിൽ കിട്ടുക. അതാണ് വർക്ക് ഡൺ. Okay, now we are going to find out the efficiency. What is the equation for efficiency? We always know that efficiency is equal to output by input. What is the output over here? Efficiency is equal to output by input ആണ് എപ്പോഴും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് വർക്ക് നെറ്റ് ആണ് ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? Q in ആണ് ഇൻപുട്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വർക്ക് നെറ്റ് ആണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് Q in ആണ്, ഹീറ്റ് ഇൻ ആണ് ഇൻപുട്ട്. നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ട് എന്ന് പറയുന്നത് ആ ബേൺ ചെയ്ത ആ ഗ്യാസിന്റെ ഹീറ്റ് അല്ലേ നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് വർക്ക് നെറ്റ്, ഇൻപുട്ട് എന്ന് പറയുന്നത് Q in. സോ ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വർക്ക് നെറ്റ് ഡിവൈഡഡ് ബൈ Q in. But we already know that work net is equal to Q in minus Q out. Q in minus Q out. So Q in minus Q out ആണ് വർക്ക് നെറ്റ്. സോ Q in നമ്മൾ എഫിഷ്യൻസി പറയുമ്പോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വർക്ക് നെറ്റ് ഡിവൈഡഡ് ബൈ Q in ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Q in minus Q out divided by Q in എന്ന് വരും.
ഓക്കെ, ക്യൂ ഇൻ മൈനസ് ക്യൂ ഔട്ട് ഡിവൈഡ് ബൈ ക്യൂ ഇൻ. അതാണ് നമുക്ക് ഈ രീതിയിൽ ഇക്വേഷൻ കിട്ടിയത്. ക്യൂ ഇൻ മൈനസ് ക്യൂ ഔട്ട് ഡിവൈഡ് ബൈ ക്യൂ ഇൻ എന്ന് പറയുമ്പോൾ ക്യൂ ഇന് നമുക്ക് എന്ത് 1 ആവും. 1 മൈനസ് ക്യൂ ഔട്ട് ബൈ ക്യൂ ഇൻ എന്നുള്ള രീതിയിൽ ഇക്വേഷൻ വരും. അപ്പോൾ സിംപ്ലിഫൈഡ് ഫോം ആണ് ഇത് ഇക്വേഷൻ എഴുതിയോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചിട്ട് ഇക്വേഷൻ ഡെറിവേഷൻ എന്തായാലും കാണിക്കാം. നമുക്ക് വേറെ ഇതിനകത്ത് വലിയ ഡെപ്തിൽ പോകാനില്ല. ഈ ജസ്റ്റ് ഇക്വേഷൻ മാത്രം പറഞ്ഞിരുന്നാൽ മതി. ക്യൂ ഔട്ടിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് MCV T4 മൈനസ് T1. ആൻഡ് ക്യൂ ഇന്നിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, MCV T3 മൈനസ് T2. അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫ്രം ദാറ്റ് റേഷ്യോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് 1 മൈനസ് 1 by r raised to gamma minus 1 ആണ് efficiency. Efficiency is equal to 1 minus 1 by r raised to gamma minus 1 because we will get the ratio as T4 minus T1 by T3 minus T2 എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പിന്നെ ഇത് യഥാർത്ഥത്തിൽ വോളിയം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 1 r raised to gamma minus 1 എന്നുള്ള ഇക്വേഷൻ വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ബൈ ഹാർട്ട് പഠിച്ചിരുന്നാൽ മതി. നമുക്ക് വലിയ ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇക്വേഷൻ നോക്കി വെച്ചിരുന്നാൽ മതി. 1 minus 1 by r raised to gamma minus 1, where r is the compression ratio. Okay. Gamma എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഗ്യാസ് നമുക്ക് ഡയറ്റോമിക് ആണോ മോണോറ്റോമിക് ആണോ എന്നുള്ള രീതിയിലുള്ള ആണ് ഗാമ വരുന്നത്. r എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ. ഓക്കെ, നമുക്ക് ഗാമ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഷ്യോ ഓഫ് ദ സ്പെസിഫിക് ഹീറ്റ് CP by CV ആണ് നമുക്ക് ഗാമ എന്നുള്ള രീതിയിൽ വരിക. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യാം. കംപ്രഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു r, സ്പെസിഫിക് ഹീറ്റിന്റെ റേഷ്യോ ആണ് നമുക്ക് ഗാമ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതൊരു നമ്മൾ ഓൾറെഡി IC എഞ്ചിൻസ് പഠിച്ചുകൊണ്ടാണ് ഇതാണ് IC എഞ്ചിൻസിന്റെ വർക്കിംഗ് ബേസ് ചെയ്തിരിക്കുന്ന ഓട്ടോ സൈക്കിളാണ്. അതായത് സ്പാർക്കിംഗ് ഇഗ്നിഷൻ എഞ്ചിൻ IC എഞ്ചിൻസിനകത്ത് സ്പാർക്കിംഗ് ഇഗ്നിഷൻ എഞ്ചിൻസിന്റെ വർക്കിംഗ് ബേസ് ചെയ്തിരിക്കുന്നത് ഓട്ടോ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്. നൗ വി ആർ ഗോയിങ് ടു ഡീസൽ സൈക്കിൾ. ഡീസൽ എഞ്ചിൻസ് വർക്ക് ചെയ്യുന്ന ബേസ് ചെയ്തിട്ടുള്ളത് ഡീസൽ സൈക്കിൾ ബേസ് ചെയ്തിട്ടാണ് ഡീസൽ എഞ്ചിൻസ് വർക്ക് ചെയ്യുന്നത്. സോ ദിസ് ദ ഡീസൽ സൈക്കിൾ. അപ്പൊ നമ്മൾ ഓട്ടോ സൈക്കിളായിട്ട് ഒരു വ്യത്യാസമേ ഉള്ളൂ ഡീസൽ സൈക്കിളിന്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് ഐസോകോറിക് ഹീറ്റ് അഡിഷൻ, കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷനും കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആയിരുന്നു നമ്മൾ ഓട്ടോ സൈക്കിളിൽ കണ്ടത്. കേൾക്കുന്നുണ്ടോ ഇത്? ഹലോ, ഡീസൽ സൈക്കിളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഡീസൽ സൈക്കിളിനകത്ത് വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ഐസോകോറിക് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷനകത്ത് പകരം ഡീസൽ സൈക്കിളിനകത്ത് വരുന്നത് എന്താണ്, കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഡീസൽ സൈക്കിളിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് ദ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ ഇൻ ദ കേസ് ഓഫ് ഓട്ടോ സൈക്കിൾ, ഹിയർ വി ആർ ഹാവിംഗ് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ. ബാക്കി കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ ഒരു സൈഡ് മാത്രം എന്ത് ചെയ്യുന്നു, കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് ആഡ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ ഇൻ ദ കേസ് ഓഫ് ഓട്ടോ സൈക്കിൾ. ഓക്കെ, ഓട്ടോ സൈക്കിളിൽ നമ്മൾ കോൺസ്റ്റന്റ് വോളിയത്തിലല്ലേ ഹീറ്റ് ആഡ് ചെയ്തത്. ഓട്ടോ സൈക്കിൾ നമ്മൾ എങ്ങനെയാണ് ഹീറ്റ് ആഡ് ചെയ്തത്, കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ആഡ് ചെയ്തു, കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് റിജക്ട് ചെയ്തു. ഇൻ ദ കേസ് ഓഫ് ഡീസൽ സൈക്കിൾ കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നു, കോൺസ്റ്റന്റ് വോളിയത്തിൽ നമ്മൾ ഹീറ്റ് റിജക്ട് ചെയ്യുന്നു. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ഒരു സൈഡിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡയഗ്രത്തിനകത്ത് വരുന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് കോൺസ്റ്റന്റ് പ്രഷറിൽ വന്നുകൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ P2ഉം P3യും സെയിം തന്നെയാണ്. നേരത്തെ നമുക്ക് ഓട്ടോ സൈക്കിൾ എങ്ങനെയായിരുന്നു, 2 to 3 എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരുന്നു, വെർട്ടിക്കൽ ലൈൻ ആയിരുന്നു. വെർട്ടിക്കൽ ലൈൻ എന്തുകൊണ്ടാണ് വന്നേ, ബിക്കോസ് കോൺസ്റ്റന്റ് വോളിയം ആണ് അല്ലേ. അവിടെ വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആയിരുന്നു ഓട്ടോ സൈക്കിളിൽ വന്നത്. കോൺസ്റ്റന്റ് വോളിയത്തിലായിരുന്നു നമ്മൾ ഹീറ്റ് ആഡ് ചെയ്തത്. ഹിയർ വി ആർ ഹാവിംഗ് കോൺസ്റ്റന്റ് പ്രഷർ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, P2ഉം P3 ഒരേ രീതിയിൽ വരുന്ന സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ വന്നത്. നേരത്തെ നമുക്ക് ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻ എങ്ങനെയായിരുന്നു വന്നത്, 2 to 3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു വന്നത് അല്ലെ. വെർട്ടിക്കൽ ലൈൻ താഴേക്കുള്ള ഒരു വെർട്ടിക്കൽ ലൈൻ. നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. ഓട്ടോ സൈക്കിളിൽ നിന്ന് കാണിച്ചു തരാം. ഓട്ടോ സൈക്കിളിൽ നമ്മൾ എന്താണ് പഠിച്ചത്, 2 to 3 എന്ന് പറയുമ്പോൾ വെർട്ടിക്കലി മുകളിലേക്കുള്ള ലൈനാണ്. ബിക്കോസ് ഇറ്റ് ഇസ് ആൻ ഐസോകോറിക് പ്രോസസ് ആയിരുന്നു. ഐസോകോറിക് ഹീറ്റ് അഡിഷൻ ആണ്. കോൺസ്റ്റന്റ് വോളിയത്തിലായിരുന്നു ഹീറ്റ് ആഡ് ചെയ്തത്. ഇവിടെ നമുക്ക് എങ്ങനെയാണ്, കോൺസ്റ്റന്റ് പ്രഷറിലാണ് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, കോൺസ്റ്റന്റ് പ്രഷറിലാണ് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് ഡീസൽ സൈക്കിൾ. സോ ദാറ്റ്സ് വൈ P2 is equal to P3 ഇൻ ദ കേസ് ഓഫ് ഡീസൽ സൈക്കിൾ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. കോൺസ്റ്റന്റ് വോളിയത്തിൽ തന്നെയാണ് ഹീറ്റ് റിജക്ഷൻ. ആസ് ഇൻ ദ കേസ് ഓഫ് ഓട്ടോ സൈക്കിൾ, ഹിയർ ഓൾസോ വി ആർ ഹാവിംഗ് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. സോ 1 to 2 is അഡിയാബാറ്റിക് കംപ്രഷൻ തന്നെയാണ്. 1 to 2 നമുക്ക് ഓട്ടോ സൈക്കിൾ പോലെ അഡിയാബാറ്റിക് കംപ്രഷൻ തന്നെയാണ്. 2 to 3 എന്ന് പറയുമ്പോൾ എന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ ആണ്. ദെൻ 3 to 4 is
അഡയാബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. അഡയാബാറ്റിക് എന്ന് പറയുമ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലാതെയുള്ള പ്രോസസ്സാണ് എക്സ്പാൻഷനും കംപ്രഷനും നടക്കുന്നത്. അത് രണ്ടിലും ഓട്ടോസൈക്കിൾ പോലെ തന്നെയാണ് വരുന്നത്. ഓട്ടോസൈക്കിളിലും ഡീസൽ സൈക്കിളിലും കംപ്രഷനും എക്സ്പാൻഷനും എന്താണ് ഐസെൻട്രോപിക് തന്നെയാണ്. ബട്ട് what we have is that difference is that here we are having a constant pressure. ഈ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് എന്ന് പറയുന്ന പേരെന്താണെന്നുള്ള അറിയാമോ? What's the name given to the constant pressure process? Isobaric. Isobaric process. 2 to 3 is an isobaric heat addition process. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ PV ഡയഗ്രം PS ഡയഗ്രം മാർക്ക് ചെയ്യുക. ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല. 1 to 2 എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് എൻട്രോപ്പി ഐസെൻട്രോപിക് പ്രോസസ് ആയതുകൊണ്ടാണ് ഇത് വെർട്ടിക്കലി വന്നത്. അത് നമുക്ക് ഇതിനകത്തും അതിനൊക്കെ തന്നെയായിരുന്നു. മറ്റേ ഓട്ടോ സൈക്കിളിന് ഇതിനൊക്കെ തന്നെയായിരുന്നു. 1 to 2 എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻ ആയിരുന്നു. ദെൻ 2 to 3 എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ കോൺസ്റ്റന്റ് വോളിയം ആയിരുന്നു നമുക്ക് ഓട്ടോ സൈക്കിളിനകത്ത് വന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഇങ്ങനെ കർവ് ആയിരുന്നു വന്നത്. TS ഡയഗ്രം എന്ന് പറയുന്ന ഒരു കർവ് ആയിരുന്നു വന്നത്. ഇവിടെ നമുക്കൊരു ലൈൻ പോലെ ഇങ്ങനെ കിട്ടും. കാരണം പ്രഷർ ആണ് ഇവിടെ കോൺസ്റ്റന്റ് ഇൻസ്റ്റെഡ് ഓഫ് വോളിയം. ദെൻ 3 to 4 താഴേക്ക് ഇതിനൊക്കെ വെർട്ടിക്കൽ ലൈൻ വരും. ബിക്കോസ് ഇറ്റ് ഇസ് ആൻ ഐസെൻട്രോപിക് പ്രോസസ്. 3 to 4 is isentropic process. Entropy is constant. Then 4 to 1 is again what? Constant volume heat rejection. അത് ഓട്ടോ സൈക്കിളിലെ പോലെ തന്നെയാണ്. അപ്പൊ ഈ TS ഡയഗ്രത്തിനകത്ത് വലിയ വ്യത്യാസം വരുന്നില്ല. കുറച്ചുകൂടി വലിയൊരു TS ഡയഗ്രം വരുമെന്നേ ഉള്ളൂ. ഓട്ടോ സൈക്കിളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ കർവിനകത്ത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് TS കണ്ടോ ഒരു വ്യത്യാസമാണ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് ഈ രീതിയിലായിരിക്കും 1 to 2 എന്നുള്ള രീതി, 1 2 3 4 എന്നുള്ള രീതിയിൽ വരുന്ന കംപ്രഷൻ ടെമ്പറേച്ചർ റേഞ്ചസ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, സെയിം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷെ ആ കർവിന്റെ വ്യത്യാസം നമുക്ക് ഓട്ടോ സൈക്കിളിനകത്ത് എങ്ങനെയാണ് വന്നത്? ഇവിടെ ഇങ്ങനെ ഇത്രയും ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ, ഹൈറ്റ് ഇവിടം വരെ വരത്തുള്ളൂ. അവിടെ നിന്ന് ഇങ്ങനെ കർവായിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോകും, പിന്നെ അവിടെ നിന്ന് താഴോട്ട് വരും, പിന്നെ അവിടെ നിന്ന് കർവായിട്ട്. ഇവിടെ ഈ ഒരു 1 to 2 പ്രോസസ്സ് നമുക്ക് കുറച്ചുകൂടി വലുതായിട്ട് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോബാറിക് കംപ്രഷൻ ആയതുകൊണ്ട് കംപ്രഷൻ വളരെ ഹയർ കംപ്രഷൻ ആണ് നമുക്ക് വരുന്നത്. 1 to 2 കംപ്രഷൻ എന്ന് പറയുന്നത് ഹൈ കംപ്രഷൻ ആണ് ഡീസൽ സൈക്കിളിന്റെ കേസിൽ വരുന്നത്. Okay, so diesel cycle is the ideal cycle for combustion ignition reciprocating engines. So അപ്പോൾ നമുക്ക് ആദ്യമേ ഇത് ഡീസൽ സൈക്കിൾ ഫോമുലേറ്റ് ചെയ്തത് റുഡോൾഫ് ഡീസൽ ആണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഡീസൽ സൈക്കിൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഡീസൽ എഞ്ചിൻ ഫസ്റ്റ് എന്ത് ചെയ്തത് റുഡോൾഫ് ഡീസൽ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, നിങ്ങൾക്ക് ഒരു അറൗണ്ട് 120 years ആയിട്ടുള്ള നമ്മൾ ഓട്ടോമൊബൈൽ എഞ്ചിൻസ് ഫോമുലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഒരു 120 years ആയിട്ടുള്ള ഓട്ടോമൊബൈൽ എഞ്ചിൻസ് നിർമ്മിച്ചതിന് ശേഷം ആയിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഓട്ടോമൊബൈൽ എഞ്ചിൻസ് നമ്മൾ വെഹിക്കിൾസിനകത്ത് യൂസ് ചെയ്ത് ഒരു കാർ എന്നുള്ള രീതിയിൽ വന്നിട്ട് 100 വർഷമായിട്ടേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. PV ഡയഗ്രം TS ഡയഗ്രം വ്യക്തമായിട്ട് വരയ്ക്കുക. ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കുക. ദിസ് ഇസ് PV ഡയഗ്രാം, പ്രഷർ വോളിയം ഡയഗ്രാം. 1 to 2 is isentropic compression, where what happens to pressure and pressure, volume, temperature, entropy during 1 to 2 process. ഇത് നാലും പറയണം. ഒരു പ്രോസസ്സ് പറയുമ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ പറയണം. എന്തൊക്കെ കാര്യങ്ങളാണ്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, എൻട്രോപ്പി. സോ 1 to 2 പ്രോസസ്സിൽ വാട്ട് ഹാപ്പൻസ് ടു പ്രഷർ? പ്രഷർ ഈസ് ഇൻക്രീസിങ് അല്ലേ? പ്രഷർ P1 നിന്ന് P2 എന്ന് പറയുമ്പോൾ P2 ഈസ് എ ഹയർ വാല്യൂ ആൻഡ് P1 ഈസ് എ ലോവർ വാല്യൂ. Y ആക്സിസിലാണ് പ്രഷർ വരുന്നത്. P1 ഈസ് എ ലോവർ വാല്യൂ, P2 ഈസ് എ ഹയർ വാല്യൂ. ഇറ്റ് ഈസ് ഗെറ്റിംഗ് കംപ്രസ്ഡ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു വോളിയം? വോളിയം X ആക്സിസിലാണ് വരുന്നത്. കംപ്രഷൻ പ്രോസസ് ആയതുകൊണ്ട് വോളിയം എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു അല്ലേ? കംപ്രഷൻ എന്ന് പറയുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി വോളിയം കുറഞ്ഞു വരികയാണ്. പിസ്റ്റൺ മുകളിലേക്ക് പോവുകയാണ്, BDC നിന്ന് TDCയിലേക്ക് പോവുകയാണ്. Then 2 to 3 process. 2 to 3 process is what kind of a process? Constant pressure heat addition process. അതുകൊണ്ട് നമുക്ക് എന്ത് പ്രഷറിന് വ്യത്യാസമുണ്ടോ? പ്രഷറിന് വ്യത്യാസമില്ല. ഐസോബാറിക് പ്രോസസ് ആണ്, പ്രഷറിന് വ്യത്യാസമില്ല. പ്രഷർ ഇസ് കോൺസ്റ്റന്റ്. സോ വാട്ട് ഹാപ്പൻസ് ടു ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ ഇൻക്രീസ്. 2 to 3 എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? വോളിയം എന്ത് സംഭവിക്കുന്നു? വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ഉണ്ടോ? 2 to 3 is വോളിയം ഇൻക്രീസ് ചെയ്യും. ഹീറ്റ് ആഡ് ചെയ്യുന്നതിന്റെ കൂടെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, പക്ഷേ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. സോ പ്രഷർ കോൺസ്റ്റന്റ്, വോളിയം ഇൻക്രീസിങ്, ടെമ്പറേച്ചർ ഇൻക്രീസിങ്. And what happens to entropy? Entropy is also increasing since heat is getting added to the system. Then 3 to 4 is expansion process. It is an isentropic process. So what is happening to pressure? Pressure is decreasing. Pressure decreases from P3 to P4. And what happens to volume? Volume is increasing. And what happens to entropy? Entropy is constant because it is an isentropic process. Then 4 to 1 is same as in Otto cycle. 4 to 1 is an isoporic heat rejection process. That is constant volume heat rejection. Heat reject ചെയ്യുന്ന കാരണം നമുക്ക് എന്ത് സംഭവിക്കുന്നു? പ്രഷറും എന്ത് സംഭവിക്കുന്നു? പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നു P4 to
P1 എന്നുള്ള രീതിയിൽ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നു. വാട്ട്സ് ഹാപ്പനിങ് ടു വോളിയം ദർ ഇസ് നോ ചേഞ്ച് ബിക്കോസ് ഇറ്റ് ഇസ് ആൻ ഐസോകോറിക് പ്രോസസ്. ഓക്കെ, എൻട്രോപ്പി എന്ത് സംഭവിക്കുന്നു? ഹീറ്റ് റിമൂവ് ചെയ്യുന്ന കാരണം, എനർജി റിമൂവ് ചെയ്യുന്ന കാരണം എൻട്രോപ്പി കുറയുന്നു, ടെമ്പറേച്ചർ കുറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് ഡയഗ്രാം. TS ഡയഗ്രാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. ഓക്കെ, ഡീസൽ സൈക്കിൾ ഇതാണ് പ്രോസസ്സ്. 4 പ്രോസസ്സുകൾ നമ്മൾ പറഞ്ഞു. ഐസെൻട്രോപിക് 1 to 2 is ഐസെൻട്രോപിക് കംപ്രഷൻ, 2 to 3 is കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ. കോൺസ്റ്റന്റ് പ്രഷർ ആണ്, ഇതാണ് ഒരു വ്യത്യാസം വരുന്നത് ഓട്ടോസൈക്കിളുമായിട്ട്. ഇസ് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. ഓക്കെ, ഇത് സെയിം തന്നെയാണ്. ഇത്രയും 1 to 2ഉം 3 to 4ഉം 4 to 1ഉം സെയിം ആസ് ഓട്ടോസൈക്കിൾ. ഓൺലി ഡിഫറൻസ് ഈസ് ഇൻ ദ പ്രോസസ് 1 to 3. പഠിക്കാൻ എളുപ്പമുള്ളതാണ്. ബാക്കി കംപ്രഷൻ റേഷ്യോ, എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് V1 to V1 by V2, V4 by V3 ആണ്. Expansion ratio, compression is same as in auto cycle, but the difference is that here we are having a cut off ratio. കാരണം നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുമ്പോൾ ഇവിടെ ഒരു വേറൊരു വോളിയം കൂടി വരുന്നുണ്ട്. അതായത് നമുക്ക് 1 to 2 കംപ്രഷൻ റേഷ്യോ, 3 to 4 എക്സ്പാൻഷൻ റേഷ്യോ അല്ലെ, V3 by V4 എന്നുള്ള രീതിയിൽ എക്സ്പാൻഷൻ റേഷ്യോയും V1 by V2 എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇടയ്ക്ക് ഒരു കട്ട് ഓഫ് റേഷ്യോ വരുന്നുണ്ട്, എന്താ 2 to 3 എന്ന് പറയുന്നത്. അത് നമുക്ക് ഓട്ടോ സൈക്കിളിൽ ഇല്ല. കാരണം ഓട്ടോ സൈക്കിളിൽ 2 to 3 കോൺസ്റ്റന്റ് വോളിയത്തിലാണ് നടക്കുന്നത്. ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് വോളിയത്തിലല്ല ഹീറ്റ് ആഡ് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് പ്രഷറിലാണ്. സോ ദർ വിൽ ബി എ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്, വോളിയം റേഷ്യോ, ദാറ്റ് ഈസ് V3 by V2 ആണ് റോ എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ബാക്കി ഹീറ്റ് അഡീഷന്റെ MCP കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഹീറ്റ് അഡീഷൻ നമുക്ക് വരുന്നത് എന്താണ്, കോൺസ്റ്റന്റ് പ്രഷറിലാണ്. സോ MCP T3 minus T2 ആണ് വരുന്നത്. ഹീറ്റ് റിജക്ഷൻ കോൺസ്റ്റന്റ് വോളിയത്തിലായതുകൊണ്ട് MCV T4 minus T1 ആണ് വരുന്നത്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു Q in minus Q out. Same as before auto cycle തന്നെയാണ്. only difference is that here we are having MCP T3 minus T2. അതിനെ ബേസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഇക്വേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്തേക്കുക ഇക്വേഷൻ. ഡെറിവേഷൻ ഈ ഡെറിവേഷൻ ഞാൻ പിന്നീട് പഠിപ്പിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ ഇത് നോക്കണ്ട, ഇത് ഇത്ര ഡെപ്തിൽ പോകണ്ട. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ മാത്രം നോട്ട് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, ഡെറിവേഷൻ ഞാൻ പിന്നീട് പഠിപ്പിക്കുന്നതാണ്. കാരണം ഇതിപ്പോൾ തല കയറില്ല ഈ ഡെറിവേഷൻ ഇപ്പോൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും പഠിച്ചു വയ്ക്കുക. 1 minus MC, ഇത്രയും നിങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കേസല്ല. കാരണം എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ദാറ്റ് ഈസ് Q in minus Q out by Q in എന്നുള്ള രീതിയിൽ വരും. Q in minus Q out, ദാറ്റ് വർക്ക് നെറ്റ് എന്ന് പറയുന്നത് Q in minus Q out ആണല്ലോ. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വർക്ക് നെറ്റ് ഡിവൈഡഡ് ബൈ Q in ആണ്. വർക്ക് നെറ്റ് ഡിവൈഡഡ് ബൈ Q in ആണ് എഫിഷ്യൻസി, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. വർക്ക് നെറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, Q in minus Q out ആണെന്നുള്ള കണ്ടുപിടിച്ചു. സോ Q in minus Q out ഡിവൈഡഡ് ബൈ Q in എന്ന് വരും, ദാറ്റ് ഈസ് 1 minus Q out by Q in എന്ന് വരും. അപ്പോൾ നമ്മൾ അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Q out MCV T4 minus T1, Q in എന്ന് പറയുന്നത് MCP T3 minus T2. അതായത് ഡയറക്റ്റ് ഈ ഇക്വേഷൻ എഴുതിയേക്ക്. ഇതിന്റെ ഡെറിവേഷൻ നമുക്ക് പിന്നീട് എടുക്കുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ ഈ ഡെറിവേഷൻ എടുക്കുന്നില്ല. ഇപ്പൊ ഈ ഇക്വേഷൻ മാത്രം നോട്ട് ചെയ്തിരുന്നതാണ്. ഓട്ടോ സൈക്കിളിന്റെയും ഡീസൽ സൈക്കിളിന്റെയും ഈ ഒരു ഡെറിവേഷൻ എങ്ങനെ വന്നു എന്നുള്ളത്, ഈ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളത് പിന്നീട് എടുക്കാം. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട, എന്നാലും ഞാൻ പിന്നീട് റിവിഷൻ ക്ലാസ് ഒക്കെ മെൻഷൻ ചെയ്യുന്ന സമയത്ത് മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് വരുന്നത് നിങ്ങൾക്ക്. So this is the comparison of auto cycle and diesel cycle. നമ്മൾ PV diagram, TS diagram ബേസ് ചെയ്തിട്ടുള്ള കമ്പാരിസൺ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓട്ടോ സൈക്കിൾ വിൽ ഹാവ് എ ഹയർ തെർമൽ എഫിഷ്യൻസി ഫോർ ദ സെയിം കംപ്രഷൻ. ഒരേ കംപ്രഷൻ റേഷ്യോയിൽ കൂടുതൽ തെർമൽ എഫിഷ്യൻസി ആരാണ് തരുന്നത്? ഓട്ടോ സൈക്കിളാണ് തരുന്നത്. അത് ശ്രദ്ധിച്ച് ഓർത്ത് വെച്ചേക്കുക. ഓട്ടോ സൈക്കിൾ ഈസ് ഹാവിംഗ് ഹയർ തെർമൽ എഫിഷ്യൻസി ഫോർ ദ സെയിം കംപ്രഷൻ, ഒരേ കംപ്രഷൻ റേഷ്യോ. പക്ഷേ രണ്ടിനും ഒരേ കംപ്രഷൻ റേഷ്യോ ആണ്. നോർമലി ഡീസലിന് ഹയർ കംപ്രഷൻ റേഷ്യോ ആണ്, പെട്രോളിന് ലോവർ കംപ്രഷൻ റേഷ്യോ ആണ്. തെർമൽ എഫിഷ്യൻസി കൂടുതൽ തരുന്ന ഡീസലാണ്, തെർമൽ എഫിഷ്യൻസി കുറവ് വരുന്ന പെട്രോളാണ്, ബിക്കോസ് ദ ഹയർ കംപ്രഷൻ റേഷ്യോ. പക്ഷേ ഒരേ കംപ്രഷൻ റേഷ്യോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ സൈക്കിൾ ഈസ് ഹാവിംഗ് ദ ഹയർ തെർമൽ എഫിഷ്യൻസി. അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ചോദിക്കാറുണ്ട്, ഏതിനാണ് കൂടുതൽ തെർമൽ എഫിഷ്യൻസി ഇഫ് ദേ ആർ ഹാവിംഗ് ദ സെയിം കംപ്രഷൻ റേഷ്യോ. നോർമലി ഡീസൽ വരുന്ന ഹയർ കംപ്രഷൻ റേഷ്യോയിലാണ് നോർമലി ഡീസൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ലോവർ കംപ്രഷൻ റേഷ്യോ, പെട്രോളിന്റെ അതേ കംപ്രഷൻ റേഷ്യോയിലേക്ക് അല്ലെങ്കിൽ ഓട്ടോ സൈക്കിളിന്റെ അതേ കംപ്രഷൻ റേഷ്യോയിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ സൈക്കിൾ വിൽ ബി ഹാവിംഗ് ദ ഹയർ തെർമൽ എഫിഷ്യൻസി. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് മാക്സിമം പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് സപ്ലൈ ഫോർ ഡീസൽ സൈക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഫോർ ദ auto cycle. Since auto cycle receives less heat for the same heat rejection, its efficiency will be lower than that of the diesel cycle. അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, നമ്മളുടെ ടെമ്പറേച്ചർ പ്രഷർ എന്നുള്ള ബേസിസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് സപ്ലൈ ഡീസൽ സൈക്കിളിന് ഗ്രേറ്റർ ആണ്, കൂടുതൽ എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈ ആണ് നമ്മൾ ഡീസൽ സൈക്കിളിന് കൊടുക്കുന്നത്. ഓട്ടോ സൈക്കിളിന് കമ്പാരിറ്റീവ് ലെസർ ഹീറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള എഫിഷ്യൻസി നമുക്ക് എന്താണ്, ഓട്ടോ സൈക്കിളിന് കുറവായിരിക്കും, ഡീസൽ സൈക്കിളിനായിരിക്കും കുറച്ചുകൂടി എഫിഷ്യൻസി. ഹീറ്റിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലുള്ള എഫിഷ്യൻസി കൊടുക്കും.
So same compression ratio, Otto cycle is having higher thermal efficiency, diesel cycle is having a lower thermal efficiency. For based upon the heat supply, നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീസൽ സൈക്കിളിനകത്ത് കൂടുതൽ ഹീറ്റ് കൊടുക്കുന്നുണ്ട്, കാരണം കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഡീസൽ സൈക്കിളിൽ. ഓക്കെ, കാരണം നമുക്ക് ആ ഡീസൽ ഫ്യൂൽ ബേൺ ചെയ്യുമ്പോൾ കൂടുതൽ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറ്റിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡീസൽ സൈക്കിൾ ഇസ് ഹാവിംഗ് ദ ഹയർ എഫിഷ്യൻസി ദാൻ ഓട്ടോ സൈക്കിൾ. ഓട്ടോ സൈക്കിളിനെക്കാട്ടിലും കൂടുതൽ എഫിഷ്യൻസി ഉള്ളത് ഡീസൽ സൈക്കിളാണ്. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. Since auto cycle receives less heat for the same heat rejection, this efficiency will be lower than that of diesel cycle. അതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതിൽ മീൻ എഫക്റ്റീവ് പ്രഷർ. അടുത്തത് ബ്രേട്ടൺ സൈക്കിൾ. നമുക്ക് അടുത്ത ബ്രേട്ടൺ സൈക്കിൾ നിങ്ങളെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ നമ്മൾ എയർക്രാഫ്റ്റ് എഞ്ചിൻസ് ഒക്കെ വരുന്നത് ബ്രേട്ടൺ സൈക്കിളാണ്. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ആ സൈക്കിൾ പഠിപ്പിക്കുന്നില്ല. നമ്മൾ എയറോപ്ലെയിൻ്റെ എഞ്ചിൻസ് ഒക്കെ വരുന്നത് ബ്രേട്ടൺ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എയറോപ്ലെയിൻ എഞ്ചിൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇതാണ് എയറോപ്ലെയിൻ്റെ എഞ്ചിൻ വരുന്ന പോർഷനാണിത്, ജെറ്റ് എഞ്ചിൻസ്, എയർക്രാഫ്റ്റ് എഞ്ചിൻസ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, ബ്രേട്ടൺ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ആ സൈക്കിൾ നിങ്ങൾക്ക് പഠിക്കാനില്ല, നിങ്ങൾ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. കാരണം ജെറ്റ് എഞ്ചിൻസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഡീസൽ എഞ്ചിനാണോ പെട്രോൾ എഞ്ചിനാണോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിനകത്ത് വരുന്നത് ബ്രേട്ടൺ സൈക്കിൾ എന്ന് പറയുന്ന സൈക്കിൾ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ എഞ്ചിൻ. അതാണ് നമ്മൾ സൈഡിൽ കാണുന്ന ആ ഒരു സർക്കുലർ ആയിട്ടുള്ളതാണ്. നമുക്ക് അതിനകത്താണ് നമുക്ക് എന്ത് വരുന്നത്, എഞ്ചിൻ വരുന്നത്. അതത്ര വേറെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് നമുക്ക് മീൻ എഫക്റ്റീവ് പക്ഷേ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അറ്റൻസ് ഒന്ന് മെൻഷൻ ചെയ്തേക്കോ. Number 2, 2 absent. 3, 4, 4 absent. Okay. 4%. Okay. 5. Number 5. 5 absent, 6. Okay. 7. 700. 7 absent. 8. 8. 9. 900. 9 absent. Under. Okay. 10. 10%. Okay. 11. 11. 12. 12. 13. 13. 14. 14. 15. 15. 16. 16. 17. 17. 18. 18. 19. 19. 20. 20. 21. 21. 22. 22 absent. Okay. 23. 23. Okay. 24. 24. 25. 25. 26. 26. 27. 27. 28. 28. 29. 29 under. 29 absent. 30. 30%. Okay. 31. 32. 33. 33 absent. 33. Okay. 33%. Okay. 34. 34 under. 34 absent. 35. 35. 36. 36 absent. 37. 36. Okay. 37. 38. 38. 39. 39. 40. 41. 40 Rasha Fatima. Okay. 41. 41 Arana. 41 absent. 42. 43. 42 absent. 43 undo. Okay. 42%. Message ചെയ്തിട്ടുണ്ട്. Okay. 44. 45. 46. 46. Okay. Wahab. 47. 47 absent. 48. 48 is the last number. അതെ. Okay. So absent is 2, 5, 7, 29, 34, 41, 47. Clear ആണല്ലോ? നമുക്ക് ഒരുപാട് ഡെപ്തിൽ പോകണ്ട കേട്ടോ. നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട അതിന്റെ PV ഡയഗ്രാം, TS ഡയഗ്രാംസ് ആണ്. എല്ലാ സൈക്കിളിന്റെയും PV ഡയഗ്രാം, TS ഡയഗ്രാംസ് ആണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ അതിന്റെ കൂടെ തന്നെ അതിന്റെ ഇക്വേഷൻസ്, പിന്നെ ആ പ്രോസസ്സിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് വരുന്ന ഒരു ഇതായിരിക്കാം, ഞാനത് പെട്ടെന്ന് എടുത്ത് പോയെന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞത് തന്നെ കുറച്ച് ഡെപ്തിലാണ് പറഞ്ഞത്.
ഓക്കെ, കുറച്ച് അധികം ഒരു ക്ലാരിറ്റി വരുന്നില്ല എന്നുള്ള രീതിയിൽ, കാരണം ഇത് അധികം ഡെപ്തിൽ പോയാലേ കാര്യം മനസ്സിലാവത്തുള്ളൂ. നമുക്ക് അത്രയും വേണ്ട, നമ്മൾ ഓൾറെഡി എസ് എഞ്ചിനും സി എഞ്ചിനും പ്രോപ്പറായിട്ട് പഠിപ്പിച്ചതാണ്, അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് മാത്രം മതി, അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ബാക്കി ഇതിനകത്ത് ഈ സൈക്കിൾസ് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അതിനകത്ത് എന്താണ് ആ സൈക്കിള്, അതിന്റെ ഡയഗ്രാം വരയ്ക്കുക, അതെന്താണെന്നുള്ളത് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന്റെ ഇക്വേഷൻസ് എഴുതുക. പിന്നെ ഡെറിവേഷൻ ഞാൻ പിന്നീട് പഠിപ്പിക്കാം. ഗാമ ബേസ് ചെയ്തിട്ട് വരുന്നതും കംപ്രഷൻ റേഷ്യോ ബേസ് ചെയ്തിട്ട് വരുന്ന ഡെറിവേഷൻ പിന്നീട് പഠിപ്പിക്കാം. ബാക്കി നിങ്ങൾ ഹീറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷനും അതിന്റെ ഫൈനൽ ഇക്വേഷനും പഠിച്ചു വെച്ചേക്കുക. ഫൈനൽ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir. ഓക്കെ, Thank you, sir. ഓക്കെ. ഇത് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, ഇത് ഇന്നത്തെ അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഫസ്റ്റ് അസൈൻമെന്റ്. ഓക്കെ, ബാക്കിയുള്ളവർക്ക് മെൻഷൻ ചെയ്തേക്കണേ.